നമസ്കാരം. കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു കിടിലം പുതിയ ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കേരളത്തിന് തന്ന ഏറ്റവും പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ് നമുക്ക് തിരുപ്പതി പോകാൻ സാധിക്കുന്നത്. ഇത് ട്രെയിൻ നമ്പർ 170/42 ചർലപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൻ്റെ വിവരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് എന്താണ് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് കേൾക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള ട്രെയിനാണ് അമൃത് എക്സ്പ്രസ്. പൂർണ്ണമായി നോൺ എ സി കോച്ചുകളാണ് ഈ ഒരു ട്രെയിനിലുള്ളത്. അതായത് എ സി കമ്പാർട്ട്മെൻറ്റുകളില്ലാത്ത ജനറൽ കമ്പാർട്ട്മെൻറ്റും സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റും മാത്രമുള്ള ഒരു ട്രെയിൻ. 11 ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണ് ഈ ഒരു ട്രെയിനിലുള്ളത്. അതായത് അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് 11 ഉണ്ട്. സ്ലീപ്പർ കോച്ചസ് വരുന്നത് 8 എണ്ണമാണ്. അത് S1 മുതൽ S8 വരെയും പിന്നെ 2 SLRD കോച്ചസ് ഉണ്ട്. അംഗവൈകല്യമുള്ള യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചും പിന്നെ പാൻട്രി, അതായത് ഫുഡ് നമുക്ക് ഈ ഒരു ട്രെയിനിൽ അവൈലബിൾ ആണ്. ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല സ്ലീപ്പറിന്. ഇനിയിപ്പോൾ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്താലും നല്ല യാത്രാ അനുഭവം തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. കാരണം ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ പോലും നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ആണ്. വെസ്റ്റേണുമുണ്ട്, ഇന്ത്യനുമുണ്ട്. പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലും സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലും ഈ ഒരു ട്രെയിനിൽ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ കോച്ചസിലും. അതുപോലെ തന്നെ അതിവേഗ യാത്ര സാധ്യമാക്കുന്നതിന് വേണ്ടി 110 മുതൽ 130 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലുള്ള യാത്രയ്ക്കായി പുഷ് പുൾ സാങ്കേതിക വിദ്യയാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ ഒരുക്കിയിട്ടുള്ളത്. യാത്ര ചെയ്യുമ്പോഴുള്ള കുലുക്കമൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ സെമി പെർമനൻറ്റ് കംപ്ലേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ എയർ സ്പ്രിംഗ് ബോഗികൾ, അതായത് യാത്ര സംബന്ധിച്ചുള്ള ആഘാതമൊക്കെ പരമാവധി കുറയ്ക്കാവുന്ന തരത്തിലുള്ള എയർ സ്പ്രിംഗ് സസ്പെൻഷൻ ബോഗികളാണ് ഈ ഒരു ട്രെയിനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. യാത്രാ സൗകര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇവിടെ ഇന്ത്യൻ റെയിൽവേ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഈ ട്രെയിനിൽ എങ്ങനെ തിരുപ്പതി പോകാമെന്ന് കേൾക്കാം. ട്രെയിൻ നമ്പർ 170/42 ചർലപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ് ആഴ്ചയിൽ ബുധനാഴ്ചകളിലായിട്ട് മാത്രം സർവീസ് നടത്തുന്നൊരു ട്രെയിനാണ്. ഈ ഒരു ട്രെയിൻ തിരുവനന്തപുരം നോർത്തിൽ നിന്നും വൈകുന്നേരം 5:30 ആരംഭിക്കുന്ന ട്രെയിനാണ്. തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചുവേളി, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത്. ഈ ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാത്രി 11:30 നമ്മുടെ ഹൈദരാബാദിലെ ചർലപ്പള്ളി വരെ സർവീസ് നടത്തുന്നൊരു ട്രെയിനാണ്. ഈ ട്രെയിനിലാണ് നമുക്ക് തിരുപ്പതി പോകാനായി സാധിക്കുന്നത്. അതിനുമുമ്പ് ഈ ട്രെയിൻ കേരളത്തിലുള്ള സ്റ്റോപ്പുകളും എത്തിച്ചേരുന്ന സമയവും ഞാനൊന്ന് വിശദീകരിച്ച് ആദ്യമേ പറയാം. തിരുവനന്തപുരം നോർത്തിൽ നിന്നും വൈകുന്നേരം 5:30 ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ 6 മണിക്ക് വർക്കല ശിവഗിരിയിലാണ് സ്റ്റോപ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ 6:20 നമ്മുടെ കൊല്ലം ജംഗ്ഷൻ, 6:50 കരുനാഗപ്പള്ളി, 7 മണിക്ക് കായംകുളം ജംഗ്ഷൻ, 7:20 മാവേലിക്കര, 7:30 ചെങ്ങന്നൂർ, 7:40 തിരുവല്ല, 7:50 ചങ്ങനാശ്ശേരി, രാത്രി 8:15 കോട്ടയം, രാത്രി 9:40 എറണാകുളം ടൗൺ, 10:05 ആലുവ, 10:50 തൃശ്ശൂർ. പിന്നെ ആ ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രി 12:55 പാലക്കാട് ജംഗ്ഷനിലാണ് കേരളത്തിന് പിന്നെ സ്റ്റോപ്പുകളുള്ളത്. ഇതോടുകൂടി ഈ ഒരു ട്രെയിനിൻ്റെ കേരളത്തിലുള്ള എല്ലാ സ്റ്റോപ്പുകളും കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം നോർത്തിൽ നിന്നും ആഴ്ചയിൽ ബുധനാഴ്ചകളായിട്ട് മാത്രം സർവീസ് നടന്ന ട്രെയിൻ 5:30 ആരംഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം രാവിലെ 10:40 റെനിഗുണ്ട ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. നമ്മുടെ റെനിഗുണ്ട ജംഗ്ഷനിൽ നിന്നും തിരുപ്പതിയിലേക്കുള്ള ദൂരം വരുന്നത് വെറും 9 കിലോമീറ്ററാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും പല ട്രെയിനുകൾ ഡയറക്റ്റ് തിരുപ്പതിയിലേക്ക് സർവീസ് ഉണ്ട്. എന്നിരുന്നാലും പല കാരണങ്ങളാൽ നമുക്ക് പെട്ടെന്ന് തിരുപ്പതി യാത്ര പ്ലാൻ ചെയ്യേണ്ടി വന്നാൽ ടിക്കറ്റ് കിട്ടുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൽ കയറി പോകാൻ തീരുമാനിച്ചാൽ, ഇനി അങ്ങനെയുള്ള വലിയ ട്രെയിനുകളിൽ കയറി പോകാൻ തീരുമാനിച്ചുള്ള മെയിൻ പ്രശ്നം, ദീർഘദൂര യാത്രകൾ നടത്തുമ്പോൾ നമ്മുടെ ട്രെയിനുകളുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്ര വളരെയധികം പരിതാപകരമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രെയിൻ നമുക്ക് തീർച്ചയായും ഉപകാരപ്രദമാകും. ഈ ട്രെയിനിൽ നമുക്കിനി സ്ലീപ്പർ ടിക്കറ്റും കിട്ടും. ഇനി ചിലവ് ചുരുക്കിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഇതിൽ കയറി സുഖമായിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മൾ പോകുന്ന ഈ അമൃത് ഭാരത് എക്സ്പ്രസ് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ആഴ്ചയിൽ ചൊവ്വാഴ്ചയിലായിട്ട് മാത്രമാണ്. ട്രെയിൻ നമ്പർ 170/41 ചർലപ്പള്ളിയിൽ നിന്നും രാവിലെ 7:15 ആരംഭിക്കുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി 7:20 റെനിഗുണ്ട ജംഗ്ഷനിലേക്ക് എത്തും. എന്നിട്ട് തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:45 തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയ്ക്ക് ഈ ട്രെയിനിൽ പോകാനായി സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന്
ബുധനാഴ്ച, അതായത് ബുധനാഴ്ച ട്രെയിൻ കയറി നമ്മൾ വ്യാഴാഴ്ച തിരുപ്പതിയിലെത്തി. പിന്നെ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഇങ്ങനെ 4 ദിവസം അവിടെ നിന്ന് ദർശനം സമ്പൂർണ്ണമാക്കിയതിന് ശേഷം ചൊവ്വാഴ്ച ഇതേ ട്രെയിനിൽ തന്നെ തിരികെ വരാവുന്നതാണ്. ഇനി അതല്ല, അതിനു മുമ്പ് നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് അത്രയും ദിവസം അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് തിരുപ്പതിയിൽ നിന്ന് എല്ലാ ദിവസവും കേരളത്തിലോട്ട് 3 ഡയറക്റ്റ് ട്രെയിനുകളുണ്ട്. അതിലേതെങ്കിലും ഒരു ട്രെയിൻ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരാവുന്നതാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിനിയിപ്പോൾ തത്കാലാണെങ്കിൽ വൺ സൈഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, തിരിച്ചുള്ള ടിക്കറ്റ് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഒരു ഡേറ്റ് അറിയാമല്ലോ, ഈ ഒരു ട്രെയിൻ എപ്പോഴാണ് നാട്ടിൽ നിന്ന് സർവീസ് ഉള്ളതെന്ന്, അതായത് നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തിരിച്ച് റിട്ടേൺ വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മുൻകൂട്ടി സ്ലീപ്പർ ടിക്കറ്റ് ഈ 3 ഡെയിലി ട്രെയിനുകളിൽ ഏതെങ്കിലും ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേരളത്തിലോട്ടുള്ളത്. റിസ്ക് കുറവാണ്. ഇപ്പുറത്തുള്ള നമ്മൾ അമൃത് ഭാരത് എക്സ്പ്രസ് ഏത് സമയത്ത് നിങ്ങൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചെയ്താലും ബുക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ജനറൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഈ വണ്ടിയിൽ സുഖമായിട്ട് ജനറലിൽ പോയിട്ട് തിരിച്ച് വലിയ വണ്ടിയില്ല, ആ 3 വണ്ടി ഏതൊക്കെ വണ്ടികളുണ്ടോ, അത് കേരള എക്സ്പ്രസ്, നമ്മുടെ പൂനെ കന്യാകുമാരി വണ്ടിയൊക്കെ 3 ശബരി എക്സ്പ്രസ്, ഈ 3 വണ്ടിയാണ് തിരിച്ചുള്ളത്. ഇതിലേതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മുൻകൂട്ടി ചെയ്താൽ മതി, സുഖമായിട്ട് നാട്ടിലോട്ട് വരാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലം ട്രെയിനാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസ്. സാധാ എക്സ്പ്രസ് ട്രെയിനുകളെക്കാട്ടി കുറച്ചധികം, അതായത് ഒരു 10, 30, 50 രൂപ അധികമാണ് ചാർജ്. ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം നോർത്തിൽ നിന്നും ആരംഭിക്കുന്നതുകൊണ്ട് തിരുവനന്തപുരം നോർത്തിൽ നിന്നും നമ്മുടെ റെനിഗുണ്ട ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് എത്രയാണ്, സ്ലീപ്പർ ടിക്കറ്റ് എത്രയാണെന്ന് പറയാം. തിരുവനന്തപുരം നോർത്തിൽ നിന്നും സ്ലീപ്പറിന് വരുന്നത് 550 രൂപയാണ് കേട്ടോ, റെനിഗുണ്ട ജംഗ്ഷൻ വരെ. ജനറലിന് വരുന്നത് 320 രൂപയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഈ ഒരു ട്രെയിനിൽ നല്ല യാത്രാ അനുഭവമായിരിക്കും. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ കാര്യം ഞാൻ പറയുന്നത്, എടുത്ത് പറഞ്ഞത്. സ്ലീപ്പർ അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ജനറൽ നല്ലതാണെങ്കിൽ സ്ലീപ്പർ അതിലും നല്ല ബെറ്റർ ആയിരിക്കും. അപ്പം നമുക്ക് ചിലവ് ചുരുക്കിക്കൊണ്ടൊക്കെ പെട്ടെന്ന് തിരുപ്പതിയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രെയിനിൽ അവിടേക്ക് എത്താൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുന്ന ഒരു കിടിലം ട്രെയിൻ പ്ലാനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി വരുന്നതും. അതും നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ തന്നെയാണ് ആ ഒരു പ്ലാൻ വരുന്നത്. സുഖമായിട്ട് ആ ട്രെയിനിൽ പോയിട്ട് എങ്ങനെയാണ് തിരിച്ച് ദർശനവും കഴിഞ്ഞ് വരാം എന്നുള്ളൊരു ട്രെയിൻ പ്ലാനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്ക് ഗുരുവായൂരിലേക്ക് പോകാൻ സാധിക്കും, അതും ട്രെയിൻ മാർഗ്ഗം എങ്ങനെ പോകാൻ സാധിക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാനും ചെയ്യുന്നുണ്ട്. അതേപോലെ ഗുരുവായൂരിൽ നിന്ന് കോട്ടയം വഴി പോകുന്ന ഡെയിലി സർവീസ് വരുന്ന ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണം ഉടനെ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ വഴി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് വരുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എന്നാണ് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.